ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അർച്ചനയും സച്ചിയും ആ തൊഴിലാളികളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. അവർക്ക് സഹായങ്ങൾ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. എന്നാൽ അവർ വളരെ മോശമായിട്ടായിരുന്നു അർച്ചനയോടും സച്ചിയോടും സംസാരിച്ചത്. എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അർച്ചനയും സച്ചിയും അവരെ. എന്നാൽ നക്കാപ്പിച്ച പണം ഞങ്ങൾക്ക് വേണ്ട എന്ന് അവർ പറയുന്നുണ്ട്. അർച്ചന പറയുന്നു, അങ്ങനെ എന്തെങ്കിലും തന്നൊതുക്കാമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതിൽ ഒരു മാറ്റവുമില്ല. മരിച്ചുപോയ എല്ലാ കുടുംബാംഗങ്ങളുടെ വീട്ടിലും 50 ലക്ഷം രൂപ വീതം തരാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ആ തുകയുടെ ചെക്കുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് കേട്ട് അവർ പറയുന്നു, അയ്യോ ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഒരാളോട് ആ കസേര എടുത്ത് കൊടുക്കാനായിട്ടും പറയുന്നുണ്ട്. ഇരുന്നാട്ടെ. ഇപ്പോൾ അവരെ വളരെ ബഹുമാനപൂർവ്വമാണ് സച്ചിയോടും അർച്ചനയോടും അവർ സംസാരിക്കുന്നത്. അർച്ചന അവരോട് പറയുന്നു, ഇനിയിപ്പോൾ ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ തൊഴിലാളികൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. പിന്നെ ആ ചേച്ചിയോട് സംസാരിക്കുന്നുണ്ട്. ചേച്ചിയുടെ പേരൊക്കെ ചോദിക്കുന്നു. കുട്ടികൾ 2 പേരാണല്ലേ? അതെ, കൂടാതെ ഭർത്താവിന്റെ പ്രായമായ അമ്മയുമുണ്ട്. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങളുടെ കുട്ടികളുടെ പഠന ചിലവുകളെല്ലാം പൂർണ്ണമായും കമ്പനി ഏറ്റെടുക്കും എന്റെ വക്കീല്. അർച്ചന പറയുന്നു, അവർക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം. അതിനു വേണ്ടിയുള്ള തുക എത്രയായാലും അത് കമ്പനി ചിലവാക്കിക്കോളും. നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയല്ലേ ഞാനും. എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാകും. ഈ 50 ലക്ഷം രൂപ മരിച്ചുപോയ നിങ്ങളുടെ ഭർത്താവിന് പകരമാകില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇനിയിപ്പോൾ മുന്നോട്ടുള്ള ജീവിതം ഭദ്രമാക്കാൻ ഈ പണം സഹായിക്കും. സച്ചിയോടത് കൊടുക്കാനായി പറയുന്നു. താൻ തന്നെ കൊടുത്താൽ മതിയെന്ന് സച്ചിയും. അങ്ങനെ അർച്ചന തന്നെ ആ തുക അവർക്ക് കൈമാറുന്നു. ഒന്ന് വിഷമിക്കണ്ട, എന്ത് സഹായത്തിനും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ടെന്ന് സച്ചി. എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറയാൻ മടിക്കണ്ടെന്ന് അർച്ചനയും പറയുന്നുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് സച്ചിയും അർച്ചനയും അവിടെ നിന്ന് പോകുന്നു. ശേഷം കോടതിയിൽ എത്തി നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും. അച്ഛനെ കൊണ്ടുവരൂ ഇപ്പോൾ. ആ സമയത്ത് തന്നെ അവന്തികയും അവിടെ എത്തി. ദേഷ്യത്തോടെയാണ് അവന്തികയെ സച്ചിയും അർച്ചനയും നോക്കുന്നത്. പോലീസുകാർ സേതുവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അവന്തിക സന്തോഷത്തോടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത്രയും സുന്ദരമായ കാഴ്ച ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് വിഷമിച്ച് അഭിനയിച്ചേക്കാം, ഇല്ലെങ്കിൽ കിളവിന് വല്ലതും തോന്നിയാലോ. അർച്ചനയും സങ്കടത്തോടെ നിൽക്കുമായിരുന്നു ആ കാഴ്ച കണ്ട്. അച്ഛ എന്ന് പറഞ്ഞ് അർച്ചന വിളിക്കുന്നു. അവരെ 2 പേരെയും മൈൻഡ് ചെയ്യാതെയാണ് സേതുവിന്റെ പോക്ക്. എന്നാൽ അവന്തികയെ വിളിക്കുന്നുണ്ട് അച്ഛ എന്ന്. കേൾക്കാത്തത് കൊണ്ട് തന്നെ അവന്തിക സേതുവിന്റെ പിന്നാലെ പോകുന്നു. പിന്നെ അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. അച്ഛൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഏറിയാൽ ഒരു ദിവസം അതിനുള്ളിൽ ഹൈക്കോടതിയിൽ നിന്നും അച്ഛന് ജാമ്യം ലഭിക്കും. സാർ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ടെന്നും അവന്തിക പറയുന്നു. എനിക്കൊരു പ്രയാസമില്ല അച്ഛന്. മോളെ വിശ്വാസമാണ്. ഇപ്പൊ തന്നെ അച്ഛന് വേണ്ടി മോൾ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ, വിഷമങ്ങൾ ഇതെല്ലാം അച്ഛൻ അറിയാം. പോലീസ് സ്റ്റേഷനായാലും ലോക്കപ്പായാലും ജയിലായാലും എന്തായാലും അച്ഛന് ഇപ്പോൾ ഒരുപോലെയാണെന്നും പിന്നെ അച്ഛന് മോളോടൊരു കാര്യം പറയാനുണ്ട്. ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ലെന്നറിയാം. എന്നാലും അച്ഛൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി പറയാണ്. അച്ഛൻ ജയിലിലായാലും സാരമില്ല. നന്ദന്റെ കാര്യങ്ങളിൽ എന്ന പോലെ കമ്പനി കാര്യങ്ങളിലും ഇനി മോളുടെ ഒരു ശ്രദ്ധ വേണം. നന്ദൻ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇനി മോള് വേണം ചെയ്യാൻ. ഇത് കേട്ട് അവന്തിക പറയുന്നു, അച്ഛൻ പറയുന്നത് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കമ്പനി കാര്യങ്ങളിൽ നന്ദനില്ലാത്തതിന്റെ കുറവുണ്ടാകരുത് എന്ന് പറഞ്ഞ് സേതു അവരോടൊപ്പം പോകുന്നു. താൻ കാറിലിരിക്കെ ഞാൻ വക്കീലിനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി പോകുമ്പോൾ അർച്ചന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്തിക അർച്ചനയുടെ അരികിലേക്ക് വന്നു. ഹലോ, എവിടെ നിന്റെ കൃഷ്ണഭദ്രൻ വക്കീല്? അയാൾ വിചാരിച്ചിട്ട് ജാമ്യം കിട്ടാതെ പോയതെന്താ? നീ കണ്ടില്ലേ, നീ വിളിച്ചിട്ട് അച്ഛൻ നിന്നെ ഒന്ന് നോക്കിയത് പോലുമില്ല. അതിന് കാരണം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അർച്ചന അവന്തികയോട്. അതിന്റെ കാരണം നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞ് തന്നെയാണ്. നെല്ലിശ്ശേരി വീട് തുലയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓടി നിന്റെ ഈ ജന്മം. അച്ഛന് നിന്നോടിപ്പോൾ വെറുപ്പാണ്. അർച്ചന പറയുന്നു. ഓരോരോ കുത്തിത്തിരിപ്പുകളൊക്കെ നിറച്ച് അച്ഛൻ്റെ മനസ്സിൽ എന്നോടുള്ള ദേഷ്യം നിറയ്ക്കാൻ ഏടത്തേക്ക് ഇപ്പോൾ കഴിയും. അച്ഛൻ ഇങ്ങനെ എന്നോട് പെരുമാറിയതിൽ എനിക്ക് വലിയ വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ അച്ഛൻ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ഇത് കേട്ട് അവന്തിക പറയുന്നു, അങ്ങനെ കരുതി ആശ്വസിച്ച് കാത്തിരുന്നോ? ഇപ്പൊ നീ കേട്ടല്ലോ, ഓഫീസിലെ കാര്യങ്ങളും കൂടി അച്ഛൻ എന്നെ ഏൽപ്പിച്ചതാണ്. നന്ദേട്ടന്റെ ചുമതലകൾ ആരെങ്കിലും ചെയ്യണ്ടേ? അത് ഞാൻ തന്നെ ചെയ്താൽ മതിയെന്ന അച്ഛന്റെ തീരുമാനം. അച്ഛന്റെ ഇപ്പോഴത്തെ തെറ്റിദ്ധാരണയൊക്കെ മാറും. അവസാന വിജയം സത്യത്തിന് മാത്രമായിരിക്കും എന്നൊക്കെ അർച്ചന പറയുന്നു. എന്നെ അപമാനിച്ചിട്ട് പോയ അച്ഛൻ തന്നെ നിങ്ങളെ നെല്ലിശ്ശേരിയിൽ നിന്നും പുറത്താക്കി വിടും. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരുന്നോ എന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നു, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നോട് എതിർത്തവരെല്ലാം അതിനുള്ള ഫലം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്ദേട്ടൻ കിടക്കുന്ന കാഴ്ചയും നീ കാണുന്നില്ലേ? ഇത് കേട്ട് അർച്ചന അവന്തികയെ ഞെട്ടലോടെ ഒന്ന് നോക്കുകയാണ്. അവന്തിക പറയുന്നു, അച്ഛൻ ജാമ്യത്തിലിറങ്ങി ഒന്ന് വന്നോട്ടെ. ഞാൻ പറയുന്ന വാക്കുകൾ നീ കുറിച്ചു വെച്ചോ. ഇപ്പോൾ ആദ്യം നെല്ലിശ്ശേരിയിൽ നിന്നും പടിയിറങ്ങി പോകുന്നത് നീ ആയിരിക്കും.
ഇത്രയും പറഞ്ഞ് അവന്തിക വളരെ സന്തോഷത്തോടെയും അഹങ്കാരത്തോടെയും അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടെ അർച്ചന നിൽക്കുന്നു. തുടർന്ന് വക്കീൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫോണിൽ. അവിടേക്ക് സച്ചി വരുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ് ആയി, അല്പം ആശ്വാസത്തിന് വകയുണ്ട്. മിക്കവാറും മറ്റന്നാൾ തീരുമാനം പറയും. മരണപ്പെട്ടു പോയ ആൾക്കാരുടെ 2 കുടുംബങ്ങൾ പരാതിയില്ല എന്ന് എഴുതി തന്നു. ഇത് കേട്ട് സച്ചി പറയുന്നു, അർച്ചന അച്ഛന് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടു, എന്തുമാത്രം അധിക്ഷേപ വാക്കുകളാണ് അവന്തിക അർച്ചനയോട് സംസാരിച്ചത്. പിന്നെ അവന്തികയെടുത്ത് ഏർപ്പാടാക്കിയ വക്കീലോ എന്ന് സച്ചി ചോദിക്കുന്നു. ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇൻഫർമേഷൻ കിട്ടുമായിരുന്നു. അത് മാത്രമല്ല, അഡ്വക്കേറ്റ് മഹേശ്വരൻ പോറ്റി ഒരു ഫ്രോഡ് കളിയുടെ ആളാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ എനിക്ക് വേണ്ടപ്പെട്ട ചിലരുണ്ട്. ഹൈക്കോടതിയിൽ എന്തെങ്കിലും മൂവ്മെന്റ് നടത്തിയിരുന്നെങ്കിൽ എനിക്കത് അറിയാൻ സാധിച്ചേനെ. സച്ചി പറയുന്നു. അപ്പൊ പിന്നെ ഏട്ടത്തെ അച്ഛനോട് അഡ്വക്കേറ്റ് മഹേശ്വരൻ പോറ്റി ജാമ്യത്തിൽ ഇറക്കി കൊടുക്കുമെന്ന് പറഞ്ഞതോ? അത് അവരുടെ എന്തെങ്കിലും ഗെയിമിന്റെ പാട്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയ ഗെയിം പ്ലാൻ വെച്ച് സെറ്റിൽമെന്റ് നടത്തുന്ന ആളാണ് അഡ്വക്കേറ്റ് മഹേശ്വരൻ പോറ്റി. എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടന്നാൽ സേതുമാധവൻ സാറിനെ ഇന്ന് ഒരു രാത്രി കൂടി ലോക്കപ്പിൽ കഴിയേണ്ടി വരത്തുള്ളൂ എന്ന് പറഞ്ഞ് വക്കീൽ അവിടെ നിന്ന് പോകുമ്പോൾ സമാധാനത്തോടെ സച്ചി നിൽക്കുന്നു. എന്നിട്ടും എന്താ കാര്യം, അവന്തികയുടെ പ്ലാൻ എന്താണെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നില്ല. തുടർന്ന് നെല്ലിശ്ശേരിയിൽ എത്തുകയാണ് സച്ചി. മുറിയിലേക്ക് വന്നു. നന്ദനെ കാണുന്നില്ല. നന്ദേട്ട എന്ന് സച്ചി വിളിക്കുന്നു. അനൂപ് സച്ചിയെ വിളിക്കുന്നു. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് സച്ചി പുറത്തേക്ക് പോകുന്നു. കോടതിയിലെ കാര്യങ്ങളാണ് അനൂപ് സച്ചിയോട് സംസാരിക്കുന്നത്. വാതിലിന് പുറത്ത് വന്നാണ് സച്ചി സംസാരിക്കുന്നത്. എന്നാൽ ഫോണിൽ കേൾക്കുന്നില്ല. പെട്ടെന്ന് അകത്തേക്ക് പോവുകയാണ് സച്ചി. അവിടെ നന്ദൻ കിടക്കുന്നത് കാണുന്നു. നേരത്തെ സച്ചി വന്നപ്പോൾ നന്ദൻ അവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ നന്ദൻ അനങ്ങാതെ അങ്ങനെ കിടക്കുന്നു. അത്ഭുതത്തോടെ നോക്കുകയാണ് സച്ചി. നന്ദേട്ട എന്ന് സച്ചി വിളിക്കുന്നുണ്ട്. നന്ദൻ കണ്ണടച്ച് കിടക്കായിരുന്നു. നന്ദേട്ട നേരത്തെ എവിടെ പോയിരുന്നു? ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കണ്ടില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുന്നു. നന്ദേട്ട ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ എന്ന് സച്ചി പറയുന്നു. അല്ല, അപ്പോൾ എനിക്ക് തോന്നിയതാണോ? അല്ലല്ലോ, അപ്പോഴല്ലേ എനിക്ക് അനൂപേട്ടന്റെ കോള് വന്നത്. അതോ നന്ദേട്ടൻ ശരിക്കും ഇവിടെ ഉണ്ടായിരുന്നോ? എനിക്ക് സച്ചി വിചാരിക്കുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നത് എന്ന് സച്ചിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ സച്ചിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. പിന്നെയും അവിടെ നിന്ന് നന്ദനെ ഒന്ന് നോക്കുന്നുണ്ട് സച്ചി. നന്ദൻ കണ്ണു തുറന്ന് നോക്കുന്നു എന്ന് മാത്രം, ഒന്നും സംസാരിക്കുന്നില്ല. തുടർന്ന് സച്ചി മുറിയിലേക്ക് വന്നു. അർച്ചന തുണി മടക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. സച്ചി അവിടെ ഇരുന്നു. എന്ത് പറ്റിയെന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. സച്ചി ഒന്നും മിണ്ടുന്നില്ല. എന്താ സച്ചിയേട്ടാ മിണ്ടാതിരിക്കുന്നത് എന്ന് അർച്ചന വീണ്ടും ചോദിച്ചു. ഒന്നുമില്ല എന്ന് സച്ചി. സച്ചിയേട്ടന്റെ മുഖം കണ്ടിട്ട് എന്തോ ടെൻഷൻ ഉള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് അർച്ചന പറയുന്നുണ്ട്. നന്ദേട്ടനെ കാണാൻ പോയിട്ട് അവന്തികയെടുത്ത് എന്തെങ്കിലും പറഞ്ഞോ? താൻ ഇപ്പോഴും കാണാം നന്ദേട്ടന്റെ മുറിയിലേക്ക് പോയിരുന്നോ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു, രാവിലെ പോയിരുന്നു. അതെന്താ അങ്ങനെ ചോദിച്ചത്? അപ്പോൾ നന്ദേട്ടൻ കണ്ണടച്ച് കിടക്കുമായിരുന്നു. ഉറക്കുവാണെന്ന് കരുതി ഞാൻ വിളിച്ചതുമില്ല. നന്ദേട്ടൻ എപ്പോഴെങ്കിലും കട്ടിൽ നിന്ന് എഴുന്നേക്കുന്നത് താൻ കണ്ടിട്ടുണ്ടോ എന്ന് സച്ചി. എന്താ പറയുന്നത്? ഈ അവസ്ഥയിൽ നന്ദേട്ടൻ എങ്ങനെ എണീക്കാനാ? നന്ദേട്ടൻ ഒന്ന് എഴുന്നേറ്റ് കാണാൻ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്. ആ മുറിയിൽ ചെല്ലുമ്പോഴൊന്നും എനിക്ക് ഒരു കൺഫ്യൂഷനും തോന്നിയിട്ടില്ല. എന്ത് കൺഫ്യൂഷൻ എന്ന് അർച്ചന ചോദിക്കുന്നു. ഞാനാകെ കൺഫ്യൂഷനിലാണോ? എനിക്ക് തോന്നിയതാണോ അതോ ശരിക്കും അത് നടന്നതാണോ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു, എന്തൊക്കെയാ സച്ചിയേട്ടാ പിച്ചുമ്പയും പറയുന്നത്? സത്യത്തിൽ എന്താ ഉണ്ടായത്? ഞാനും ആദ്യം ചെല്ലുമ്പോൾ നന്ദേട്ടൻ കട്ടിലിൽ ഉണ്ടായിരുന്നില്ല. അർച്ചന പറയുന്നുണ്ട്, നന്ദേട്ടൻ കട്ടിലിൽ ഉണ്ടായിരുന്നില്ലേ? എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്ന നന്ദേട്ടൻ പിന്നെ എവിടെ പോവാനാ? പറ സച്ചിയേട്ടാ എന്നെ അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു, എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ആ മുറിയിൽ ചെല്ലുന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം സച്ചി അർച്ചനയോട് പറയുന്നുണ്ട്. സത്യമാണോ സച്ചിയേട്ടൻ ഈ പറയുന്നത് എന്ന് അർച്ചന. അല്ലാതെ ഇത് വന്ന് ഞാൻ തന്നോട് പറയാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ഞാൻ കണ്ടതാണ്. ആദ്യം ഞാൻ ചെല്ലുമ്പോൾ നന്ദേട്ടൻ കട്ടിലിൽ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അനൂപേട്ടൻ്റെ കോള് വന്നത്. എനിക്കത്ര റേഞ്ച് കിട്ടാത്തത് കൊണ്ട് മുറിയുടെ പുറത്തിറങ്ങിയാണ് ഞാൻ അനൂപേട്ടനോട് സംസാരിച്ചത്. പക്ഷെ 1 മിനിറ്റ് മാത്രം. അത് കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി വന്നപ്പോൾ നന്ദേട്ടനോട് കിടക്കുന്നുണ്ടായിരുന്നു. ഇതെന്ത് മാജിക്കാണ്? ഇപ്പോൾ തനിക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നില്ലേ? ഇത് തന്നെയാണ് എനിക്കും തോന്നിയത്. ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, എനിക്ക് ഇതുവരെ അങ്ങനൊരു സംശയം തോന്നിയിട്ടില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ വാഷ്റൂമിൽ ഷവർ തുറന്ന് വെള്ളം പോകുന്ന ശബ്ദം ഞാൻ കേട്ടു. അവൻ്റെ കിടത്തി മുറിയിൽ ഉണ്ടാകുമെന്ന് കരുതി കുറച്ചു നേരം ഞാൻ കാത്തുനിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഷവർ ആരോ ഓഫ് ചെയ്തു. പക്ഷേ ആ സമയത്ത് അവൻ്റെ കിടത്തി പുറത്തുനിന്നാണ് അങ്ങോട്ടേക്ക് വന്നത്. അവരുടെ മുറിയുടെ വാതിക്കൽ ചെന്ന് നിന്നതിന് അവരെന്നെ കുറെ ചീത്തയും പറഞ്ഞു. പക്ഷേ അവൻ്റെ കിടത്തി വാതിൽ തുറന്നപ്പോൾ നന്ദേട്ടൻ കട്ടിലിൽ കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാനിന്നത് പറയാൻ മറന്നുപോയതാണെന്നും അർച്ചന. സച്ചി പറയുന്നു, ചിലപ്പോൾ നമുക്ക് തോന്നിയതായിരിക്കാം. അല്ല സച്ചിയേട്ടാ, വക്കീലെ വിളിച്ചിരുന്നോ? അച്ഛനെ ജാമ്യത്തിലിറക്കാമെന്ന് പറഞ്ഞത് ഉറപ്പല്ലേ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു.
എന്തായാലും മെയിൽ ആപ്ലിക്കേഷൻ കോടതി സ്വീകരിച്ചല്ലോ, അത് പരിഗണിക്കാമെന്നാണ് സാറ് പറഞ്ഞത്. പിന്നെ ആ ബന്ധുക്കളിൽ നിന്നും കൺസെന്റ് എഴുതി വാങ്ങിയതാണ് നമുക്ക് ഗുണമായതെന്നും ജാമ്യം കിട്ടാൻ സാധ്യത തെളിഞ്ഞതും ആ കാരണമാണെന്നും സച്ചി പറയുന്നു. നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നല്ലോ. അച്ഛനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി ആരെ പോയി കാണാനും ഞാൻ തയ്യാറായിരുന്നു. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. നമ്മളിപ്പോൾ കൊടുത്ത തുക വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കുടുംബങ്ങളുടെ ഏക ആശ്രയമാണിപ്പോൾ ഇല്ലാണ്ട് പോയത്. ആ മാനേജർ കാരണം എന്തെല്ലാം നഷ്ടങ്ങളാണ് നമുക്കുണ്ടായത്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കുണ്ടായ നഷ്ടം നമുക്ക് എങ്ങനെയും നികത്താം. പക്ഷേ ആ കുടുംബങ്ങൾക്ക് വന്ന നഷ്ടം നികത്താൻ എന്ത് വില കൊടുക്കും? എനിക്ക് അർച്ചന. മരിച്ചവരും പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നവരും എല്ലാവരും പാവങ്ങളാണ്. അന്നന്നത്തെ അധ്വാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. അവരെ നമ്മൾ ഒരിക്കലും കൈവിടരുതെന്നും അർച്ചന പറയുന്നു. നമുക്ക് എത്ര വലിയ നഷ്ടം വന്നാലും ആ കുടുംബങ്ങളെ നമുക്ക് ചേർത്ത് നിർത്തണം. അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും ചെയ്യണമെന്നും അർച്ചന. നമ്മുടെ കമ്പനിയിൽ ഇതുവരെ ഇങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു, ആ മാനേജറുടെ കാര്യം എന്തായി? എവിടാണെന്ന് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് സച്ചി പറയുന്നു. ഒരു വിവരവും ഇല്ല. അയാളെ കോണ്ടാക്ട് ചെയ്യാൻ പല വഴിയും നോക്കുന്നുണ്ട്. കേസിൽ പ്രതിയാകും എന്നതുകൊണ്ട് അയാള് നാടുവിട്ടു പോയതായിരിക്കും. പോലീസ് അന്വേഷണമുണ്ട്. സച്ചിയേട്ടാ, മോളെ ഒന്ന് നോക്കിയേ, ഞാനിത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വരാമെന്ന് അർച്ചന. അത് വേണ്ട, ഞാൻ ഇട്ടിട്ട് വരാമെന്ന് സച്ചി. തുടർന്ന് രാത്രിയിൽ അല്പം മാറി നിന്ന് ഫോണിൽ സംസാരിക്കായിരുന്നു അവന്തികയുടെ വക്കീലുമായിട്ട്. ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്ലാനിങ് തെറ്റു എന്ന് അവന്തിക പറയുമ്പോൾ ആ വക്കീല് പറയുന്നു, നമ്മളെക്കാൾ ഒരുപടി മുന്നിലാണ് അർച്ചന ചിന്തിക്കുന്നത്. മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പരാതിയില്ല എന്നൊരു കൺസെന്റ് അർച്ചന എങ്ങനെയോ എഴുതി വാങ്ങിയിട്ടുണ്ട്. അവളാൾ കൊള്ളാലോ. അർച്ചനയെ ജയിലിൽ നിന്ന് ഇറക്കാൻ രണ്ടും കളിപ്പിച്ചുള്ള കളി തന്നെയാണ് അവൾ കളിക്കുന്നത്. പോയിട്ട് സാറേ, ആ കൺസെന്റിന്റെ പേരിൽ മാത്രം ജാമ്യം കിട്ടുമോ എന്ന് അവന്തിക. അതൊരു സോളിഡ് എവിഡൻസ് ആണ്. പ്രതി എന്ന് ആരോപിക്കപ്പെട്ട ആളിന്റെ മേൽ മരണപ്പെട്ട ബന്ധുക്കൾക്ക് പരാതിയില്ല എന്ന് കോടതിയുടെ മുന്നിൽ ബോധ്യപ്പെട്ടാൽ ജാമ്യം കിട്ടാൻ എളുപ്പമാകും. സേതുമാധവന് ഒരിക്കലും ജാമ്യം കിട്ടരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അഥവാ അർച്ചനയുടെ പരിശ്രമം കൊണ്ട് ജാമ്യം കിട്ടിയാലും നമ്മുടെ പരിശ്രമം കൊണ്ട് തന്നെയാണ് ജാമ്യം കിട്ടിയതെന്ന് എല്ലാവരും അറിയാൻ പാടുള്ളൂ. അതിന് എന്താണ് ഒരു വഴിയെന്ന് അവന്തിക ചോദിക്കുമ്പോൾ വക്കീല് പറയുന്നു, അതിനൊരു വഴിയുണ്ട്. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ അവന്തികയോട് അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഏറ്റു. അവൾ എത്ര കഷ്ടപ്പെട്ട് ജാമ്യം എടുത്തു കൊടുത്താലും സേതുമാധവൻ അതൊന്നും വിശ്വസിക്കില്ല. ഞാൻ ജാമ്യം എടുത്തു കൊടുത്തത് മാത്രമായിട്ടേ എൻ്റെ അമ്മായിയപ്പൻ കരുതൂ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച് എന്ന് അവന്തിക വക്കീലിനോട് പറഞ്ഞു. അങ്ങനെ അവർ ഫോൺ വെച്ചിട്ട് അവന്തിക സന്തോഷത്തോടെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.